IPLന്റെ പ്ലേ ഓഫ് പോരാട്ടങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആരൊക്കെയാകും ഇപ്രാവശ്യം കലാശപ്പോരിൽ ഏറ്റുമുട്ടാൻ പോകുന്നതെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ വെടിക്കെട്ട് താരമായിട്ടുള്ള റോബിൻ ഉത്താപ്പ. ഇപ്പോൾ 5 പ്രാവശ്യം ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ ഇന്ത്യൻസിനൊപ്പം 1 പ്രാവശ്യം ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസ്, ഇതുവരെ കിരീടഭാഗ്യം ഉണ്ടായിട്ടില്ലാത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു, അതുപോലെ പഞ്ചാബ് കിങ്സ് എന്നിവരാണ് പ്ലേ ഓഫിലെ 4 ടീമുകൾ എന്നത്. ഇവരിൽ പഞ്ചാബ് ടോപ്പ് 2-വിൽ ഫിനിഷ് ചെയ്ത ക്വാളിഫയർ 1-ലേക്ക് യോഗ്യത നേടുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ എതിരാളികൾ RCB, GT എന്നിവയിൽ ഒരു ടീമുമായിരിക്കും. ഇവരുടെ പ്രധാന പോരാളികൾ എന്നത് ഒന്നെങ്കിൽ RCB അല്ലെങ്കിൽ GT ടീമുകളിൽ ഒന്നായിരിക്കും. പക്ഷേ 4ാമതുള്ള മുംബൈ ടീം എലിമിനേറ്ററിലാണ് കളിക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവചനം നടത്തിയിരിക്കുകയാണ് ഉത്താപ്പ. ഇപ്പോൾ 6ാം കിരീടം ലക്ഷ്യമിടുന്ന മുംബൈ ഇന്ത്യൻസിനെയും 2022-ലെ വിജയികളായ ഗുജറാത്ത് ടൈറ്റൻസിനെയും തഴഞ്ഞ റോബിൻ ഉത്താപ്പ ഈ പ്രാവശ്യം ഫൈനലിസ്റ്റായി തിരഞ്ഞെടുത്തത് പഞ്ചാബ് കിങ്സിനെയും അതുപോലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയുമാണ്. RCBയും പഞ്ചാബും തമ്മിലായിരിക്കും ഈ പ്രാവശ്യം IPL ഫൈനലിൽ ശക്തമായ പോരാട്ടം നടക്കുക എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഞാൻ സീസണിന്റെ തുടക്കത്തിൽ തന്നെ പറയുകയും ചെയ്തിരുന്നു. പഞ്ചാബും RCBയും തമ്മിലായിരിക്കും ഫൈനൽ എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അർഷ്ദീപ് സിംഗ് ഈ സീസണിൽ ഇനിയും തന്റെ യഥാർത്ഥ ഫോം പുറത്തെടുക്കുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല പഞ്ചാബിന് അതൊരു ശുഭ സൂചനയാണ്. വരാനിരിക്കുന്ന നിർണായകമായ മത്സരങ്ങളിൽ ഗംഭീര പ്രകടനങ്ങൾ തന്നെ പുറത്തെടുക്കുമെന്നാണ് ഇതിന്റെ അർത്ഥമെന്നും ഉത്താപ്പ വ്യക്തമാക്കുകയുണ്ടായി. ടൂർണമെന്റിൽ ശരിയായ സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു താളം ആവശ്യമായി വരികയും ചെയ്യും. പ്ലേ ഓഫിലേക്ക് പോകുമ്പോൾ നല്ല ആവേശം ഉണ്ടായിരിക്കുകയും വേണ്ടതാണ്. RCB നല്ല രീതിയിൽ മത്സരങ്ങൾ അവസാനിപ്പിക്കേണ്ടത് വളരെയധികം നിർണായകമാണ്. 20 ഓവറുകളും കളിച്ച് മത്സരം ജയിക്കുന്ന നമുക്കറിയാവുന്ന ചേസ് മാസ്റ്ററായി വിരാട് കോഹ്ലി മാറുകയും വേണം. മാത്രമല്ല അദ്ദേഹം അത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഡെത്ത് ഓവറുകളിൽ അത് എതിരാളികളിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് ഉത്താപ്പ പറയുന്നത്. RCBയുടെ ബൗളർമാരും ഇനിയുള്ള മത്സരങ്ങളിൽ മുന്നോട്ട് വരേണ്ടത് വളരെയധികം നിർണായകമായ കാര്യമാണ്. ജോഷ് ഹേസൽവുഡ് ടീമിലേക്ക് മടങ്ങിയെത്തിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അതും ഭുവനേശ്വർ കുമാറിനെയും ബൗളിംഗിൽ സഹായിക്കുകയും ചെയ്യും. യശ് ദയാൽ ഡെത്ത് ഓവറുകളിൽ മോശമില്ലാത്ത പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുയാഷ് ശർമ്മ അവസാന കളിയിൽ നിരാശപ്പെടുത്തുകയായിരുന്നു. പക്ഷെ അദ്ദേഹം തിരിച്ചെത്തിയാൽ സീസണിന്റെ തുടക്കത്തിലേതുപോലെ കൂടുതൽ അച്ചടക്കത്തോടെ ബൗൾ ചെയ്യുകയും വേണം. സുയാഷിന് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുവാൻ കഴിയുകയും ചെയ്യും. കൃണാൽ പാണ്ഡ്യയും നന്നായിട്ടാണ് ബൗൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം വിലയിരുത്തി. പഞ്ചാബ് കിങ്സിനെ ഈ IPLൽ ഗംഭീരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. ക്യാപ്റ്റൻസിക്കൊപ്പം തന്നെ ബാറ്റിംഗിലും മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 11 വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും പഞ്ചാബ് ഇപ്രാവശ്യം പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ശ്രേയസ് എല്ലായ്പ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു ക്യാപ്റ്റൻ കൂടിയാണ്. KKRൽ അദ്ദേഹത്തിന് വേണ്ടത്ര പ്രശംസ ലഭിച്ചിട്ടില്ലെന്നും നിങ്ങൾക്ക് എപ്പോഴും തോന്നുകയും ചെയ്യുന്നതാണ്. ചരിത്രപരമായി വലിയ നേട്ടങ്ങളൊന്നും കൈവരിച്ചിട്ടില്ലാത്ത ഫ്രാഞ്ചൈസിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ ശരിക്കും മാറിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി വിജയിക്കാനും അദ്ദേഹം പോവുകയാണ്. ശ്രേയസിന്റെ ലീഡർഷിപ്പിനെ വിശ്വാസത്തെക്കുറിച്ചും അദ്ദേഹം ഒരുപാട് പറയുകയുണ്ടായി.